ഹലോ അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു പുതുപുത്തൻ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് ചെമ്പ്രവട്ടത്തുള്ള അബൂബക്കർ നഫീസ് ദമ്പതികളുടെ വീടാണ്. ഇരുനിലയിലായിട്ട് 4 ബെഡ്റൂമോട് കൂടി വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 10 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ വീട് വന്നിട്ടുള്ളത്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന്റെ ബോർഡേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തെ വോൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ക്ലാഡ് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്തിന്റെ താഴെ നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഗാർഡൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിന് മുകളിൽ ഇതേ ബാൽക്കണിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഗ്ലാസ് റെയിലിംഗും കൂടാതെ നെവി ബ്ലൂ കളറിലെ പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. നമ്മുടെ ഈ വീടിന്റെ എക്സ്റ്റീരിയറിനെ ഒത്തിരി മനോഹരമാക്കുന്ന തരത്തിൽ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഇതേ ഫ്രണ്ടിലായിട്ട് 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. കൂടാതെ നമ്മൾ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിൽ ഒരു പില്ലർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലായിട്ടും ക്ലാഡ് ടൈല് കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 315-140 സൈസിൽ വരുന്ന നമ്മുടെ ഈ സിറ്റ് ഔട്ടിൽ നോക്കുകയാണെങ്കിൽ ഇരിക്കാനായിട്ട് 2 ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബ്ലാക്ക് കളർ തീമിൽ കഫേ ചെയേഴ്സ് ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ ചെയർ വരുന്ന ഭാഗത്ത് ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഡബിൾ ഡോർ വിൻഡോ വന്നിട്ടുണ്ട്. സീലിംഗിലായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ LED ലൈറ്റ്സ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ മെയിൻ ഡോർ നോക്കല്ലേ. ഡോർ വന്നിട്ട് വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനും 2 സ്റ്റീലിന്റെ ഹാൻഡിലും വരുന്നുണ്ട്. ഡോറിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു അറബിക് ഫ്രെയിം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇനി അകത്തെ വിശേഷങ്ങൾ അറിഞ്ഞാലോ. ഇവിടെ ഫ്ലോറിൽ മൊത്തത്തിലായിട്ട് ഇതുപോലെ മാർബിൾ ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഏകദേശം 315-300 സൈസിൽ വരുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ ആദ്യം എത്തുന്നത്. ഇവിടെ എൽ ഷേപ്പിൽ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിക്കാണ് കേട്ടോ അറേഞ്ച്മെന്റ്സ്. 40,000 രൂപയാണ് ഈ സോഫക്ക് ആയിട്ടുള്ളത്. ഇവിടെ വിൻഡോയിലൊക്കെ ആയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കൂടാതെ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 3 നിഷ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഇതാണ് കേട്ടോ കാണാം. ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഇനി ഇവിടെ നമ്മുടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ LED ലൈറ്റ്സ് അല്ലാതെ കാര്യമായിട്ട് ഡിസൈനിങ് ഒന്നും വരുന്നില്ലേ. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഹാളിലേക്ക് വരുമ്പോൾ അവിടെ എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് തന്നെ സ്റ്റെയർ വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ ടോട്ടൽ 4 ബെഡ്റൂമാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ്ങിന്റെയും വാഷേരിയന്റെ ഒക്കെ സ്പേസ് വരുന്നത്. 490-380 സൈസിൽ വരുന്ന നമ്മുടെ ഈ ഒരു ഹോളിലായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ്. ഏകദേശം 35 രൂപയാണ് ഈ ടേബിൾ സെറ്റിനായിട്ടുള്ളത്. ചെയർ വന്നിട്ട് നോർമൽ ഡിസൈനിൽ തന്നെയാണ്. ഇനി ഇവിടെ വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് എന്നാണ് കർട്ടൻസ്. അതിനോട് ചേർന്നത് ഇനി നമ്മുടെ ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഇവിടുത്തെ വാഷേരിയന്റെ സെറ്റിംഗ്സ് വന്നിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് വരുന്നത്. നടുക്കായിട്ട് LED ലൈറ്റ് മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ടിഷ്യൂ ഒക്കെ വെക്കാവുന്ന രീതിക്ക് അതിലായിട്ട് തന്നെ ഒരു ബോക്സ് സെറ്റ് ചെയ്തത് നമ്മൾ പൊതുവെ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടില്ലേ. ഇനിയിപ്പോൾ വൈറ്റ് കളർ വാഷ് ബേസിനും താഴെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ സീലിംഗിൽ കാര്യമായിട്ട് ഡിസൈൻ ഒന്നും വരുന്നില്ലെങ്കിലും ഈ സ്റ്റെയർ ഏരിയയിലെ വോൾ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഡൈനിങ്ങിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെയറിനോട് ചേർന്നല്ലേ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അത് നോക്കാം. 330-330 സൈസിൽ സിമ്പിൾ ആയിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. ഇനി ഈ ഭാഗത്തെ വോളിൽ ഒരു സിംഗിൾ വിൻഡോയും ഈ ഒരു ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 4 ഡോർ വിൻഡോയും വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് എന്നാണ് കർട്ടൻസ്. കോട്ടിന്റെ ഈ ഭാഗത്തെ വോളിലായിട്ടാണ് കേട്ടോ വാർഡ്രോബിന്റെ സെറ്റിംഗ്സ് വന്നിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് വുഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ 220-140 സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഷോവാളിലൊക്കെ ആയിട്ട് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ
നമ്മൾ അവിടുന്ന് തിരിച്ച് ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത്. അവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഒരു കുഞ്ഞു സ്റ്റഡി ഏരിയ കൂടി ഒരുക്കിയിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റഡി ടേബിളും ഒരു കുഞ്ഞു ചെയറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മളിത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ 315 330 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം ഇവിടെ വന്നിട്ടുള്ളത്. ഈ റൂം വന്നിട്ട് വളരെ ഒതുക്കത്തിൽ ഡിസൈൻ ചെയ്ത ഒരു റൂം തന്നെയാണ്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. ഇനി ഇവിടെ വോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ 3 സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ വരുന്നത്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വുഡൻ തീമിൽ വരുന്ന വാർഡ്രോബിന്റെ ആ ഒരു ഹാൻഡിലിന്റെ ഭാഗത്തൊക്കെ ഒരു ബ്ലാക്ക് കളർ ഡിസൈൻ വരുന്നുണ്ട്. ഇനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഷോ വാളിലൊക്കെ വരുന്നത്. 210 150 ആണ് ഈ ബാത്റൂമിന്റെ സൈസ്. ഇനി നമ്മളിതേ തിരിച്ച് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു സെപ്പറേഷൻ കൊടുത്തിട്ട് അവിടെ ഒരു ഹോള് വരുന്നുണ്ട് കേട്ടാ. ഇനി നമ്മളിത് ഈ ഒരു ഹോളിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അയൺ ടേബിൾ വന്നിട്ടുണ്ട്. അവിടെ ആയിട്ട് തന്നെ ഒരു വാർഡ്രോബും വരുന്നുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു വിൻഡോ കൊടുത്തതായിട്ട് കാണാവേ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ബോളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരെ കാണുന്ന തരത്തിൽ തന്നെ ഒരു ക്ലോക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത്. അപ്പൊ നമുക്കിത് കിച്ചൺ നോക്കല്ലേ. ഡോറിന് മുകളിലായിട്ട് ഇതുപോലൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു കിച്ചൺ ആണ് കേട്ടോ ഈ കാണുന്നത്. കിച്ചണിൽ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് റാക്ക് വരുന്നുണ്ട്. റാക്കിലായിട്ട് ബേസിലൊക്കെ ഗ്രാനൈറ്റ് ആണ്. ഇവിടെ ഗ്യാസ് സ്റ്റവിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തത് നോക്കി നിങ്ങള്. അത് നല്ല ഭംഗിയില്ലേ. അവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് അടുപ്പിന്റെ സെറ്റിങ്സ് ഒക്കെ വരുന്നത്. സ്റ്റോറേജിന് മാക്സിമം പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഈ കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അവിടുന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നീളത്തിൽ ഒരു റാക്ക് വരുന്നുണ്ട്. ഈ ഒരു റാക്കിലായിട്ടാണ് സിങ്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അവിടെ ആയിട്ട് തന്നെ പാത്ര സ്റ്റാൻഡും കാര്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. കൂടാതെ ഇവിടെ സ്റ്റോർ റൂം വരാത്തത് കൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതേ തിരിച്ച് നമ്മുടെ ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. മുകളിലത്തെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ. അതിനായിട്ട് സ്റ്റെയർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാളിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് കേട്ടോ സ്റ്റെയറിന്റെ സെറ്റിങ്സ്. ഇവിടെ ഫ്ലോറിലായിട്ട് വുഡും ഹാൻഡ് റെയിലിംഗ് നോക്കുകയാണെങ്കിൽ GIയിലും ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റെയർ ഏരിയയിലായിട്ട് തന്നെ ഒരു കുഞ്ഞു ആർട്ടിഫിഷ്യൽ പ്ലാന്റും സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഈ സ്റ്റെയർ ഏരിയയിലെ മെയിൻ ഹൈലൈറ്റ് ഇതേ ഈ കാണുന്ന വോളാണ് കേട്ടോ. ഗ്രേ കളർ പെയിന്റിങ്ങും ജാലി ബ്ലോക്സും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളിത് ഇവിടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് 626 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒരു പാസേജേ വരുന്നുള്ളൂ. ഇതാണ് കേട്ടോ ഇവിടുത്തെ 2 ബെഡ്റൂംസിന്റെ ഡോർ വന്നിട്ട്. അപ്പൊ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ 315 350 സൈസിൽ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു റൂമാണ് കേട്ടോ ഇത്. പിന്നെ മുകളിലെ ഫ്ലോറിലൊക്കെ ആയിട്ട് മാർബണേറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. 2 വശത്ത് വിൻഡോസ് വരുന്നുണ്ട്. കർട്ടൻസ് കൊടുത്തിട്ടില്ല. കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു റെഡിമെയ്ഡ് വാർഡ്രോബ് ആണ് കേട്ടോ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ബാത്റൂം വരുന്നുണ്ട്. ഡോർ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. 210 140 ആണ് ബാത്റൂമിന്റെ സൈസ്. ഇനി ഈ റൂമിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. 315 140 സൈസിൽ വരുന്ന നമ്മുടെ ഈ ഒരു ബാൽക്കണിയിൽ ഈ എൻഡിലായിട്ട് ഗ്ലാസ് റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പരഗോള ഡിസൈൻ വരുന്നുണ്ട്. അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് ഉൾപ്പെടെ ഇതുപോലെ നെവി ബ്ലൂ കളറിൽ വന്നിട്ട് ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. ശേഷം നമ്മളിത് ഇനി നാലാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ 330 330 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ നടുക്കായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് ഒരു 4 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. കർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ റൂമിലായിട്ടും ബാത്റൂം വരുന്നുണ്ട്. ഡോർ കൊടുത്തിട്ടില്ല കേട്ടോ. മുകളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജും വരുന്നുണ്ട്. 140 180 ആണ് കേട്ടോ ബാത്റൂമിന്റെ സൈസ്. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ഒത്തിരി ഭംഗിയിൽ ഡിസൈൻ ചെയ്ത ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.